ഹലോ എവറിബഡി. ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പാലക്കാടിലേക്കാണ്. പാലക്കാടിലെ ഒന്ന് രണ്ട് കിഡിലൻ സ്പോട്ടിലേക്ക് തന്നെ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈഡിങ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ മെജോറിറ്റിയും ഉള്ളത് ഇൻഫോ പാർക്കിലുള്ള കുറച്ച് റൈഡേഴ്സാണ്. അപ്പോൾ എൻ്റെ കസിൻ ഓൾറെഡി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ റൈഡിന് വരാൻ പുള്ളി ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ തൃശ്ശൂർ ടോളാണ് എത്തിയേക്കുന്നത്. അവർ എറണാകുളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി. തൃശ്ശൂർ ടോള് അങ്ങനെ ഒരു എല്ലാവരും കൂടി അവസാനമായിട്ട് മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ഞാൻ വീട്ടിൽ നിന്ന് ലേറ്റായിട്ട് ഇറങ്ങിയെങ്കിലും അവരുടെ ഒപ്പം തന്നെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത്. പോയി കിടക്കാണ്, മൊത്തത്തിൽ പോയി കിടക്കാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് സാധനങ്ങൾ തലയിൽ കെട്ടി വെക്കും. അയ്യോ വളരെ റിസ്ക് എടുക്കാൻ വയ്യ. ഇപ്പൊ സീനില്ല, വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്ര വയ്ക്കുള്ളൂ. ലോങ് അടിക്കുമ്പോ ഹെൽമെറ്റിൽ വെച്ച് കിടക്കണില്ലേ. ഇപ്പം പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിലൊരു സെർവിക്കൽ കോളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്ത കമ്പനിയിൽ ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ വെയിറ്റുള്ള ഹെൽമെറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴുത്തിന് ചെറിയൊരു ഇഷ്യൂ വന്നു തുടങ്ങി. അപ്പോൾ അത് ട്രാവലിംഗ് സമയത്താണ് കൂടുതലും ഉണ്ടാകുന്നത്. ആ ഒരു ഇഷ്യൂ അപ്പോൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽമെറ്റൊക്കെ വെക്കുന്ന ടൈം അല്ലെങ്കിൽ ലോങ് ട്രാവൽ വെക്കുന്ന സമയത്ത് ഞാൻ കഴുത്തിൽ ആ കോളർ വയ്ക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ തൃശ്ശൂർ വെച്ചിട്ട് മീറ്റപ്പൊക്കെ ഒന്ന് കഴിഞ്ഞു. ചെറിയൊരു മീറ്റിങ്ങിനൊക്കെ ശേഷം തൃശ്ശൂർ ടോളിൽ നിന്ന് നേരെ റൈഡ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അല്ല, മറ്റേ പുതിയ ലോഞ്ച് ചെയ്യാൻ പോണ എക്സ്പൾസിന്റെ സെയിം എഞ്ചിനാണ്. എക്സ്പൾസ് 210 അല്ലേ? ഇതിന്റെ എഞ്ചിനാണ് അതിൽ കൊണ്ടുപോയിട്ടേക്കണേ. എനിക്ക് അതിന്റെ എഞ്ചിന്റെ കാര്യം അറിയാനാ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന എക്സ്പൾസ് 210 എനിക്ക് നല്ല നോട്ടമുണ്ട്. പക്ഷേ ആ വണ്ടി എങ്ങനെയുണ്ടെന്ന് ഇതുവരെയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ 210 അതേ എഞ്ചിനാണ് ഈ XMR-ലുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബ്രോ എത്ര നാളായി വണ്ടി യൂസ് ചെയ്യണേ? ഒരു വർഷം. എഞ്ചിൻ എങ്ങനെയുണ്ട്? നൈസാണോ? അതല്ല, ഇപ്പോ ഇതിന്റെ എഞ്ചിനാണ് മറ്റേ പുതിയ എക്സ്പൾസ് 210 തന്നെ. അപ്പൊ 210 ഒന്ന് നോക്കിയാൽ കൊള്ളാന്നൊന്ന് കിടക്കുന്നുണ്ട്. ഒരു വർഷത്തിനിടയില അങ്ങനത്തെ വേറെ പണിയൊന്നും ഓയിൽ ചേഞ്ച് അല്ലേ ഉള്ളൂ, വേറെ പണിയൊന്നും വന്നിട്ടില്ല. മൊത്തത്തിലുള്ള 1500 കൂടി തന്നിട്ടില്ല. ഇപ്പോൾ അതേ കുറച്ച് നേരം ഞാൻ XMR-ൻ്റെ ഓണറായിട്ട് സംസാരിച്ച് 210 ഒരു റാൻഡം എക്സ്പെൻസ് എത്ര വരുമെന്ന്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര എക്സ്പെൻസ് വരുമെന്നുള്ളത് ഏകദേശം ഒന്ന് മനസ്സിലായി. ഇപ്പോൾ എന്തായാലും റൈഡ് നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ അതേ കുതിരാൻ ടണലാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഇപ്പോൾ ഈ റൈഡ് കണ്ടക്ട് ചെയ്യുന്നത് IRC എന്ന് പറഞ്ഞ റൈഡിങ് കമ്മ്യൂണിറ്റിയാണ്. ഒരു രാവിലെ 6:30 ടൈം ആയിപ്പോയേക്കും കാക്കനാടിൽ നിന്ന് തുടങ്ങിയ റൈഡ്. എനിക്ക് പിന്നെ അങ്കമാലിയിൽ നിന്നായതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യാമെന്ന് വെച്ച്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് തൃശ്ശൂർ ടോളിൽ നിന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നേരെ പാലക്കാടിലേക്ക് പോവാണ്. ഇപ്പോൾ പോകുന്ന സ്പോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പോട്ടുകളാണ് മെയിനായിട്ട് കിടക്കുന്നത്. ഒന്ന് ധോണി വാട്ടർഫാൾസ്. അവിടെ ഇത്തിരി ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്. ആ വെള്ളച്ചാട്ടം എത്താനായിട്ട് കാട്ടിക്കൂടേക്ക് നടന്ന് ഒരു അത്യാവശ്യത്തിന് ട്രെക്കിംഗ് ഉള്ളൊരു സ്പോട്ടാണ് ധോണി വെള്ളച്ചാട്ടം. പിന്നെ കവ. പാലക്കാടിൽ ഇപ്പോൾ മെയിനായിട്ടും ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ മെയിനായിട്ടുള്ളൊരു സ്പോട്ടാണ് കവ. അവിടെയാണ് രണ്ടാമത്തെ സ്പോട്ട്. കാർമേഘമൊക്കെ ചെറുതായിട്ടൊന്ന് ഇരുണ്ട് തുടങ്ങുന്നുണ്ട്. മഴയൊക്കെയും പൊടിഞ്ഞും തുടങ്ങി. അപ്പോൾ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഒന്ന് റെയിൻ കോട്ട് ഇടാമെന്ന് വെച്ച് അപ്പോൾ എല്ലാവരും മൊത്തം ഗ്രൂപ്പും വണ്ടി നിർത്തി ഫുൾ റെയിൻ കോട്ട് ഇട്ട് സെറ്റായിട്ടാണ് ഇനി റൈഡ് കണ്ടിന്യൂ ചെയ്യണേ. എന്തായാലും റിസ്ക് എടുക്കാതെ നന്നായി. മഴയൊക്കെ അത്യാവശ്യത്തിന് കൂടി, പക്ഷെ കുറേ നേരം നിന്നില്ല, പെട്ടെന്ന് തന്നെ അവസാനിച്ചു. അപ്പോൾ അങ്ങനെ മെയിൻ റോഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നേരെ പാലക്കാട് ടൗൺ സൈഡിലേക്കായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ച്
ഒരുവിധം മിക്കവരും രാവിലെ ഒരു 6 മണി 6:30 ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ നേരെ പാലക്കാടിലുള്ള സോഷ്യോ കിച്ചണിൽ പോയി. ഇവിടം വരെയുള്ള റൈഡിൽ തന്നെ എൻ്റെ വൈസർ മൊത്തം ചെളിയായി. അപ്പോൾ അതങ്ങോട്ട് എടുത്തൊന്ന് കഴുകാമെന്ന് വെച്ച്. സോഷ്യോ കിച്ചണിലെ ഫുഡ് അമ്പോ സെറ്റ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മസാല ദോശയായിരുന്നു. ഇവിടുത്തെ ആംബിയൻസും സെറ്റ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. നല്ലൊരു ഫീൽ ഗുഡ് വൈബ് സ്പോട്ട്. ഫുഡ് എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ നൈസായിരുന്നു. ഇത് അങ്ങനെ നെക്സ്റ്റ് മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി എങ്ങനെയാണ് റൈഡ്, ഇനി എങ്ങനെയാണ് പ്ലാൻസ് നോക്കുന്ന രീതിയിൽ തൃശ്ശൂർ ടോളിലുള്ള മീറ്റിങ്ങിന് ശേഷം അടുത്തൊരു മീറ്റിംഗ്. അങ്ങനെ ഇതേ സോഷ്യൽ കിച്ചണിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഫസ്റ്റ് സ്പോട്ട് ധോണി വാട്ടർഫാൾസ്. ട്രെക്കിങ്ങിലൂടെ നേരെ ധോണി വാട്ടർഫാൾസിലേക്ക്. ഇപ്പോൾ ഏകദേശം നമ്മൾ സ്പോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു 1-2 അതിഥികളെ കണ്ടു. ദേ കിടക്കണ്. ഇവൻ്റെ ഒപ്പം തന്നെ 2 ആൾക്കാരും കൂടിയുണ്ട്. മൊത്തം ട്രെക്കിങ്ങിലും ഇവർ 2 പേരും അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരമായിട്ട് അക്കമ്പനി ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പിന് മൊത്തം ഏകദേശം ഒരു കാവൽ പോലെയാണ് ഇവർ 2 എണ്ണങ്ങളും. 2 എണ്ണമല്ല 3 എണ്ണം ഉണ്ട്. 3-ാമനൊക്കെ നമുക്ക് ഇടയ്ക്ക് വെച്ചാൽ കിട്ടുള്ളൂ. അവരൊരു സർപ്രൈസ് വിസിറ്റുകാരനാ. ഭയങ്കര കമ്പനിയുണ്ട് ഈ 2 പേരും. പക്ഷേ എനിക്ക് ആ സമയത്ത് കൊഴിയിൽ കൊടുക്കാൻ ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ധോണി ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലാണ്. ഇവിടെ നിറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് ചുറ്റുമുള്ളത്. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കാഴ്ച കണ്ടു. ഒരു കുങ്കിയാന. കാട്ടാനയുടെ നിന്ന് ഒരു ചെറിയൊരു കുത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കിടപ്പിലാണ് ആൾ. അപ്പോൾ ആൾക്ക് ജസ്റ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. ആളൊന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കംപ്ലീറ്റ് ധോണി ട്രെക്കിങ്ങും 4 കിലോമീറ്ററോളം ഉണ്ട്. ഈ 4 കിലോമീറ്ററോളം നടക്കാൻ മടിയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കാട്ടിക്കൂടെയൊക്കെയുള്ള കുറച്ച് ഷോർട്ട് കട്ടുകൾ എടുക്കാമെന്ന് വെച്ച്. ഈ ധോണി ട്രെക്കിങ്ങിന് ഏകദേശം ടിക്കറ്റ് ഫെയർ വരുന്നത് 120 രൂപയാണ്. അപ്പോൾ ആ ഒരു 120 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗൈഡ് ഉണ്ടാവും, പിന്നെ എൻഡിങ്ങിലും ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടാവും. നമ്മൾ വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ഫോറസ്റ്റ് ഓഫീസറുള്ളത്. ധോണി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രെക്കിങ് 2 ബാച്ചായിട്ടാണ് ദിവസം നടത്തുന്നത്. ഒരെണ്ണം രാവിലെ 10:30-ക്കും പിന്നെ ഒരെണ്ണം ഉച്ച കഴിഞ്ഞിട്ടും. തിങ്കളാഴ്ച എന്തായാലും അവധിയായിരിക്കും. ചൊവ്വ മുതൽ ഞായറാഴ്ചയാണ് ഈ ട്രെക്കിംഗ് ഉള്ളത്. അതിൽ ശനിയും ഞായറും ആണ് ഏറ്റവും തിരക്കുള്ളത്. ഇപ്പം തന്നെ കാണാലോ എത്ര വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 3 കാവലാളുകൾ. ഞങ്ങൾ എവിടെ പോകണമെന്നൊക്കെയുള്ളത് ഇവന്മാരാണ് നോക്കണേ. കിട്ടുന്ന ഷോർട്ട് കട്ടുകൾ വരെ ഇവന്മാർ ചടിക്കയറി വരും. ഇതേ ഇപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ സെക്ഷനിലേക്കാണ് എത്തിയേക്കണേ. ഇവിടെ അങ്ങനെ വെള്ളച്ചാട്ടത്തിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റൂല. അത്യാവശ്യം കാല് വല്ല നനയ്ക്കണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ഇത്തിരി സ്ഥലമുണ്ട്, അവിടേക്കാണ് പോകാൻ പറ്റുക. പക്ഷെ മുകളിൽ അത്യാവശ്യം നല്ല അട്ടയുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വെള്ളത്തുമൊന്നും ചവിട്ടാതൊരു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് വെച്ച്. പക്ഷേ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ എന്നെ തടഞ്ഞ്. അങ്ങനെ കാട്ടിക്കൂടെ കയറി പോകാൻ പറ്റില്ല, പാമ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെയും പറഞ്ഞിട്ട് എന്നെ ഒന്ന് വാണി ചെയ്ത്. ഫോറസ്റ്റ് ഓഫീസറെ തിരിച്ച് വിളിക്കുകയാണ് എന്നെ. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസർ പറയണതനുസരിച്ച് നേരെ ഷൂ ഒക്കെ ഒന്ന് അഴിച്ച് വെള്ളത്തിൽ കൂടെ നടന്ന് ഞങ്ങൾ പോവാണ്. അട്ട കടിക്കണമെങ്കിൽ കടിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ പാമ്പ് ഉണ്ടായിരുന്നു കൊണ്ടാ 1-2 എണ്ണങ്ങളേക്കും ആ വെള്ളത്തിൻ്റെ സൈഡിന് മൂലയ്ക്കൊക്കെ ആയിട്ട് നടന്നു പോകുന്നതുണ്ട്. നടന്നല്ല, എഴിഞ്ഞെഴിഞ്ഞ്.
അങ്ങനെ ധോണി വാട്ടർഫോൾസിൽ നിന്ന് നമ്മുടെ ട്രെക്കിംഗ് അങ്ങനെ തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടത്തിനവിടെ ഇറങ്ങാനുള്ളൊരു ഭാഗ്യം ആർക്കും ഉണ്ടായില്ല. അവിടെ അങ്ങനെ ഇറങ്ങാനും പറ്റില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൽ വെച്ചിട്ട് ഏകദേശം 6 പേരാണ് മരിച്ചേക്കണേ. ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോണ സമയത്ത് വന്ന എല്ലാ ഷോർട്ട് കട്ടും പിന്നെ എടുക്കാത്ത എല്ലാ ഷോർട്ട് കട്ടും എടുത്തിട്ടാണ് തിരിച്ചു പോണത്. ഈ ട്രക്കിങ്ങിനുണ്ടായ മൊത്തം ഗ്രൂപ്പും ഞങ്ങളുടെ ഒപ്പം തന്നെ ഈ ഷോർട്ട് കട്ട് എടുത്ത് വന്നുകൊണ്ടിരുന്നത്. ഈ മരുത്തുമ്മയ്ക്കും ചാടി ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് അങ്ങനെ നല്ലൊരു രസകരമായൊരു അനുഭവം കേട്ടോ. ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് എന്ന രീതിയിലുള്ള ഒരു വൈബായിരുന്നു അത്. അവിടെ നിന്ന് മുകളിൽ നിന്ന് വീണെങ്കിൽ നല്ല രസമായനെ. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്കെന്തോ ഒരു കൗതുകം വന്ന് അവിടെ നിന്ന് മുകളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയാലോ. എല്ലാവരും ഈ വഴിക്കോടൊക്കെ ഇരുന്നിട്ട് ഇറങ്ങണേക്കാളും കൂടുതൽ ഇച്ചിരി റിസ്ക് എടുത്ത് ഇറങ്ങിയാലോ എന്നങ്ങനെ വെച്ചു. അവിടെ നിന്ന് വീഴാൻ പോയ വഴിയേ. അപ്പം ഞാനൊന്നങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഇത്തിരി പെടച്ച് ഇറങ്ങിയൊന്ന് ചാടാനൊന്ന് നോക്കി. കാണാൻ ഇത്തിരി റിസ്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ കുഴപ്പമില്ല, അങ്ങോട്ട് ചാടി അങ്ങോട്ട് പോന്നു. ഈ ട്രക്കിങ്ങിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായ 3 അതിഥികളുണ്ട്. ഞങ്ങൾ എടുക്കുന്ന എല്ലാ ഷോർട്ട് കട്ടും അവരും എടുക്കുന്നുണ്ടായിരുന്നു. ഇത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും തന്നെ ഉണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ നിറച്ച ആനപ്പിണ്ടം. രാത്രിക്കും ആനകൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്പോട്ടാട്ടോ അത്. പക്ഷേ തിരിച്ച് വന്നപ്പോൾ കുറച്ചധികം ഷോർട്ട് കട്ട് എടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ പറ്റി. അങ്ങനെ ട്രെക്കിങ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് ചെറിയൊരു മീറ്റിങ്ങിനൊക്കെ ശേഷം റൈഡ് അങ്ങനെ തുടരാണ്. ആ ഒരു ടൈമിലാണ് കൂടെയുള്ളൊരു റൈഡറിൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് പണി കിട്ടി. ഒന്നും കൂടി ഒന്ന് റോഡിലൊന്ന് തള്ളി സ്റ്റാർട്ടാക്കി നോക്കിയേ. ഒന്നും കൂടി റോഡിൽ തള്ളി സ്റ്റാർട്ടാക്കിയാൽ മതി. ഒന്നുകൂടി നോക്കാം, റോഡിൽ ഒന്നുകൂടി നോക്കാം. ഗിയറിലിട്ടോ ഒന്നുകൂടി ആണല്ലോ. ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഇട്ടോ. ഓക്കെ, പറയാം. ഓക്കെ, കൊടുക്ക്. പെട്രോൾ ഇഞ്ചക്ഷനാണ്.
ഡൗട്ടുണ്ട്, വെള്ളം കയറിയതാവുള്ളൂ. അതായിരിക്കുള്ളൂ, വേറൊന്നുമല്ല. അല്ലെങ്കിൽ വെള്ളം കളയാനാണോ? സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ? എത്തിക്കോളെ എത്തിക്കോ. നമുക്കൊന്ന് തള്ളി കൊണ്ടുപോകാം, മെക്കാനിക്കിനെ അവിടെ വരെ കൊണ്ടുപോകും. കാരണം മെക്കാനിക്ക് ഇവിടെ വന്നാലും പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റൂല. ഷോപ്പിലേക്ക് തന്നെ വരാൻ പറയും. അവർക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റൂല. ചവിട്ടിക്കോ, എന്തായാലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. എന്തായാലും വണ്ടി ശരിയാക്കി എടുക്കാൻ ഇത്ര ടൈം എടുക്കും. അപ്പോൾ മൊത്തം ഗ്രൂപ്പും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് അവരോട് എന്തായാലും ഭക്ഷണം കഴിക്കാൻ തന്നെ വിട്ടോളാൻ പറഞ്ഞു. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ശരിയാക്കി എടുക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാക്കി. സ്പാർക്ക് പ്ലഗ് ആയിരുന്നു പ്രശ്നം. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ടാമതൊന്ന് സെറ്റാക്കി നേരെ അങ്ങോട്ട് റൈഡ് തുടരാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോണത് NMRലാണ്. ഈ സൈഡിലുള്ള അത്യാവശ്യം നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഇവിടെ കിട്ടണേ. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, അങ്ങനെ സെറ്റായി. അപ്പോഴാണ് XMR റൈഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ ഈ 210cc എങ്ങനെയുണ്ടെന്ന് അങ്ങോട്ട് ചെക്ക് ചെയ്യാം. കുഴപ്പമില്ല. ഞാൻ V3 ഓടിച്ചതിന് ശേഷം ഇതിന് വന്നേം എന്തോ ഒരു കുറവല്ലേ. ത്രോട്ടിൽ റെസ്പോൺസ് വെച്ചാൽ ഒറ്റയടിക്ക് കൊടുക്കുമ്പോൾ ഒരു ചെറിയ ഇത് വന്നിട്ട് പിന്നെയാണ് കയറി വരുന്നത്. ആ വണ്ടി ഈ വണ്ടിയിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു ഡീഗ്രേഡിങ് പോലെ, പവർ കുറവ്, ഇത്തിരി വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ് നമ്മുടെ പെട്ടെന്നാണ് വന്നെ. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് വെച്ചാൽ വന്നതിന് ശേഷം ഒരു ചെറിയൊരു മില്ലി സെക്കൻഡിന് ശേഷമാണ് റെസ്പോൺസ് തേടിയാനെ. എനിക്ക് 210 എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനാണ് എനിക്ക് പുതിയ എക്സ്പൾസിന് വരുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ എഞ്ചിൻ എങ്ങനെയാണ് നോക്കണേ. മറ്റേ പുതിയ എക്സ്പൾഷൻ എൻ്റെ മൈൻഡിൽ ഒരെണ്ണം കൂടി കയ്യിൽ വേണമെന്നുണ്ട്. ഓഫ് റോഡ് പോകാൻ സീറ്റിംഗ് പൊസിഷനും കഴുത്തിൽ സീൻ ആയതുകൊണ്ട്. അല്ല, എഞ്ചിൻ വേറെയാ. ഇത് XMRൻ്റെ എഞ്ചിനാണ്. മറ്റേ എക്സ്പൾസൻ എഞ്ചിൻ മണിയാണ്. ആ ഒരു ഇഷ്യൂ ആണ് മെയിൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ എഞ്ചിൻ കൊണ്ടുപോയി വെച്ചേക്കണേ. XMRൻ്റെ എഞ്ചിൻ നല്ലതാണ്. പക്ഷേ V3 ഓടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ റിഫൈൻഡ് ആണ്, ശരിയാണ്. എക്സ്പൾസ് വെച്ച് നോക്കിയപ്പോൾ ഇത് റിഫൈൻഡ് ആണ്. പക്ഷെ V3 ഓടിച്ചുള്ള റിഫൈൻമെന്റ് നോക്കിക്കണ്ട് ഇത് ചെയ്യുമ്പേ ഒന്നുമല്ലാന്ന് തോന്നുന്നു. അങ്ങനെ XMRയുടെയും എക്സ്പൾസ് 210ൻ്റെയും V3യുടെ ഒക്കെ ഏകദേശം ഉള്ളൊരു കമ്പൈൻഡ് ഒപ്പീനിയൻ കേട്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലിട്. റോഡിന്ന് പറഞ്ഞ
എന്ത് ക്യൂട്ട് പപ്പീസാണെന്നറിയോ. കണ്ടപ്പോൾ ഒന്ന് അഡോപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നി. പക്ഷേ വീട്ടിലൊരെണ്ണം ഉണ്ട്. അതിന് തന്നെ എന്തായാലും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഒരാളെയും കൂടി ഇനി ഒരു അംഗത്തിനെ ചേർക്കാൻ വയ്യ. നോക്കാൻ ടൈം കിട്ടൂല, അത് വേറെ കേസ്. അങ്ങനെ NMRയിൽ നിന്ന് ഒരു XMR 210 റൈഡും കഴിഞ്ഞ് നേരെ കവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൺസെറ്റ് കാണാനായിട്ട് കവ എത്തി. എന്തായാലും ഇത്തിരി ടൈം എടുക്കും. എന്തായാലും കുറച്ചധികം നേരം ഇവിടെ തന്നെ ഇരിക്കാം എന്ന് വെച്ച് അത് കഴിഞ്ഞ് സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷമാണ് ഇനി റൈഡ് തുടരുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ഇതാണ് കവ. എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഗ്രൂപ്പ്. എല്ലാവരെയും കൂടി ഒരുമിച്ചൊരു വീഡിയോ കിട്ടണത് ഇപ്പോഴാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ കവയിലേക്ക് നിന്ന് സൺസെറ്റിങ് കണ്ടതിന് ശേഷം അങ്ങനെ ഇരുട്ടായി. അതോടുകൂടി ലാസ്റ്റ് ഒരു മീറ്റിങ്ങിന് ശേഷം അങ്ങോട്ട് തിരിച്ചു പോവാണ്. വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി സെറ്റായി. ഇനി ബാക്ക് ടു ഹോം. അപ്പോൾ ഇതാണ് IRCയുടെ പാലക്കാട് ധോണി കവ റൈഡ്. എങ്ങനെയുണ്ട്? എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും കുറേ ട്രയൽ വീഡിയോസും ഗ്രൂപ്പ് റൈഡ് വീഡിയോസും പിന്നെ ബൈക്ക് റിവ്യൂസ്, അങ്ങനെ കുറേ രസകരമായ കണ്ടൻറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.